ഇതുവരെ പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ മക്കളെ, എനിക്കറിയാം നിങ്ങളിൽ പലരും ഉണ്ടാവും ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതുവരെ സ്കൂളിൽ നടന്ന പരീക്ഷകൾ, പോണ പരീക്ഷ നടന്നിട്ട് അതിനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, അതിന് മാർക്ക് ഭയങ്കര കുറവായിരിക്കും. ഇനി യൂണിറ്റ് ടെസ്റ്റൊക്കെ ആണെങ്കിൽ അതിനൊന്നും നിങ്ങൾ പഠിക്കാൻ ബോധർ പോലും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം മാർക്കൊക്കെ അതിനനുസരിച്ച് വളരെ കുറവായിരിക്കും. വീട്ടിലൊക്കെ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഭയങ്കര മോശമായിരിക്കും. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഇതുവരെ മോശമായിരിക്കും. പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റി തന്നെ അഭിപ്രായവും നിങ്ങളുടെ പൊട്ടൻഷ്യൽ വേറെ ലെവലിലാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്താൻ സാധിക്കും. ഇത് ഗ്യാരണ്ടീഡ് ആണ്. അവസാനം വരെ കാണണം. എന്നൊരു ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി മാർക്ക് വാങ്ങണം പരീക്ഷയിൽ, അതിലൊരു സംശയമില്ല. ബാക്കിയുള്ളവരൊക്കെ നിങ്ങളെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എക്സാമിനറുടെ ക്ലാസ് കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ എക്സാമിനറുടെ മക്കളാണ്. അത് ബാച്ചിലെ മക്കളാണെന്നില്ല, നിങ്ങൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് എക്സാമിനറുടെ. നിങ്ങൾ എക്സാമിനർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ബാക്കി ആരെന്ത് പറഞ്ഞാലും, ആ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്താണോ അവർ പറയുന്നത് അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ അടിച്ച് പൊളിച്ച് പരീക്ഷ എഴുതിയിരിക്കും, അതിലൊരു സംശയമില്ല. അപ്പം അതിനെന്ത് വേണം? പഠിക്കണം. പഠിക്കാണ്ടുള്ള വേറെ ഒരു ട്രിക്കും ഞങ്ങൾക്ക് പറഞ്ഞു തരാനില്ല, വേറെ ആര് പറഞ്ഞു തന്നാലും അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. പഠിക്കണം. പക്ഷെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. ഞാൻ ഇതുവരെയായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നായിരിക്കും സംശയം. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് നോക്കാം. അപ്പോൾ അലക്സ് സാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്, ഈ പ്രാവശ്യം നിങ്ങളുടെ എല്ലാം മാറ്റിമറിക്കും, ഫുൾ മാർക്കൊക്കെ മേടിക്കുന്നത് തീരുമാനിച്ചു. പക്ഷേ എന്ത് പറഞ്ഞാലും അവസാനം പഠിക്കണം. ആൻഡ് പഠിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് അല്ലെ ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ കഥ പറഞ്ഞുതരാം, ആൻഡ് നിങ്ങൾ അത് വെച്ചിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒന്നും മനസ്സിലാവില്ല, പിന്നെ അവസാനം മനസ്സിലായിക്കോളും. ലെറ്റ്സ് സേ നിങ്ങളൊരു കാറിലേക്കാണ്, നിങ്ങൾ എന്താണ് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ട്രിപ്പ് പോകാൻ പ്ലാൻ, ലെറ്റ്സ് സേ ഊട്ടി പോകാം, അല്ലെങ്കിൽ കൊടൈക്കനാൽ പോകാം, എവിടെയാണെങ്കിലും പോകാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം നമുക്ക് ഇന്ന് പോയി കളയാം, പിന്നെ ഇന്നും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ശരിയായില്ല, റെഡി ആയില്ല, മൂഡില്ല, എന്നാൽ ഇന്ന് പോകണ്ട, നാളെ ആക്കാം. ഓക്കെ, അപ്പോൾ നാളെ വിചാരിക്കാം നമുക്ക് നാളെ ഇന്ന് വെയിൽ കുറച്ച് കൂടുതലാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ രസമില്ല, എന്നാൽ ഇതും വേണ്ട. നിങ്ങൾക്കറിയാം ഡിസംബറിൻ്റെ ഉള്ളിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ രസമൊന്നും ഉണ്ടാവില്ല, തണുപ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും തുടങ്ങാണ്ട് എന്നാൽ നാളെ പോവാം, മറ്റന്നാൾ പോകാൻ തീരുമാനിച്ചാൽ ഒരിക്കലും നിങ്ങൾ പോവില്ല. ആൻഡ് എന്നാൽ ഡിസംബറൊക്കെ കഴിഞ്ഞ് പിന്നെ ചൂടുകാലം പോകാൻ രസം ഉണ്ടാവില്ല. പക്ഷേ ലെറ്റ്സ് സേ നിങ്ങൾ നിങ്ങളുടെ വണ്ടി എടുത്തു, എവിടെ നിന്നാണെന്ന് വെച്ചാൽ വണ്ടി അങ്ങ് എടുത്തു, കുറച്ച് നേരം പോവാം, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഡ്രൈവ് ചെയ്യുക, എന്നിട്ട് മടുത്തെങ്കിലും നിർത്തിക്കോ. അന്ന് രാത്രി ഇവിടെ ഹോട്ടലെടുത്ത് കിടന്നോ ഭക്ഷണം കഴിച്ചിട്ടോ അവിടെ അങ്ങ് റെസ്റ്റ് ചെയ്യുക. എന്നാൽ അടുത്തൊരു ദിവസം രാവിലെ തുടങ്ങാം, കുറച്ച് പോവാം, ഒരു അരമണിക്കൂർ 20 മിനിറ്റ്. ഇനി കുറച്ച് നല്ല റോഡൊക്കെയാണ്, കുറച്ച് അടിപൊളിയായിട്ട് പോകാം, കുറച്ച് സിമ്പിൾ റോഡൊക്കെയാണ്, നിങ്ങൾ കുറേ ദൂരം പോകാം. അങ്ങനെ നിങ്ങൾ പോയി നിങ്ങൾക്ക് എന്നാൽ ചെറിയ പ്രോഗ്രസ് എത്തും. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ പരിപാടിക്ക് നിങ്ങൾ പുറപ്പെട്ടു, നിങ്ങൾ തീർക്കണം. ഇനി വേറെ റിട്ടേൺ ഒന്നുമില്ല, നിങ്ങൾ തീർത്തിരിക്കും. പക്ഷെ ആ തുടങ്ങുന്നതിൽ ആ സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു പ്രശ്നം. നിങ്ങൾ ഇനി മെല്ലെ ഊട്ടി അടുക്കും തോറും നിങ്ങൾക്ക് നല്ല സീനറി കാണാം, കുറച്ചിങ്ങനെ ടീ ഗാർഡൻസും കുറച്ചും തണുപ്പൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ രസമായി, അവസാനത്തെ ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങി. കുറച്ച് രസമുണ്ട്, ആ കാണാനൊക്കെ ബ്യൂട്ടിയായി. പിന്നെ കുറച്ചുകൂടിയും പോകുമ്പോൾ അവസാനം എത്തുമ്പോഴത്തേക്കും ഭയങ്കര രസം, എന്താ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ. ആൻഡ് അവസാനം നിങ്ങൾ ഗോൾ എത്തുമ്പോൾ നിങ്ങൾ നിർത്തൂല. നിങ്ങൾ ഊട്ടീൻ്റെ അവിടെ വരെ എത്തിയിട്ട് എന്നാൽ ഡിസ്ട്രിക്ട് ബോർഡർ എത്തിയിട്ട് തിരിച്ചു വരും, ഇല്ല, നിങ്ങൾ അവിടെ എത്തും, നിങ്ങൾ ആ ഗോളിൽ എത്തിയിരിക്കും. അതിനാകെ പ്രശ്നം എവിടെ ഉണ്ടായിരുന്നത്? ആ സ്റ്റാർട്ടിങ് നിങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് ചെയ്ത പോലെ. ഇതുപോലെയാണ് നിങ്ങളുടെ പഠിത്തം. നിങ്ങൾ SSLC സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, 8th ആയിക്കോട്ടെ, 12th ആയിക്കോട്ടെ, ഏതൊരു സ്റ്റുഡൻറ്റിനും ആ സ്റ്റാർട്ടിങ് ട്രബിളാണ് പ്രശ്നം. നിങ്ങളിപ്പോൾ ഒന്നും തുടങ്ങിയില്ല, വീട്ടിലിരിക്കുന്ന ആളാന്ന് പറയുമ്പോൾ ഒന്നും പഠിക്കാതെ നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം, നമുക്കെന്താ മൺഡേ തുടങ്ങാം, അതാണ് കുറച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാം, അതൊക്കെ വിടുക. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുകയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങാം. നിങ്ങൾ ആ ഊട്ടിയിലേക്കുള്ള ജേണി അതെങ്ങനെയാണ് പഠിച്ചങ്ങ് തുടങ്ങുക. ഏത് ചാപ്റ്റർ ഒന്നും കുഴപ്പമില്ല, പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നമ്മുടെ ഊട്ടിയിൽ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പകുതി വഴി എത്തി. നിങ്ങൾക്ക് പകുതി വഴി എത്തുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പകുതി സന്തോഷം കിട്ടുമോ? ഇല്ല, പകുതി സന്തോഷം കിട്ടില്ല. നിങ്ങൾ ഏകദേശം ആ പഠനമല്ല ഊട്ടീൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അലൻ സാർ പറഞ്ഞ പോലെ ആ സീനറി കണ്ട് എല്ലാ കുളിർ ആ ഒരു തണുപ്പ് ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി, നമ്മൾ ജനലൊക്കെ താത്തി ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ കുറച്ചൊക്കെ സന്തോഷം വരുന്നത്. അപ്പോൾ അവസാനത്തേക്കാണ് ശരിക്കും സന്തോഷം വരുള്ളൂ. പകുതി എത്തിച്ച് പകുതി സന്തോഷം കിട്ടില്ല. എന്നാൽ അവസാനം എത്തുമ്പോഴത്തേന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുക. ഇതേപോലെ തന്നെ ആയിരിക്കും പഠിത്തത്തിൻ്റെ കാര്യത്തിലും. നിങ്ങൾ ഒരു പകുതി പഠിച്ചു, അല്ലെങ്കിൽ ഒരു 10 ദിവസം പഠിച്ചു വെച്ചാൽ 10 ദിവസം പഠിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. പക്ഷെ പരീക്ഷ അടുക്കും തോറും നിങ്ങൾ ഇത്രയും നാളും പഠിച്ചതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടിക്കൊണ്ടുവരും. പിന്നെ നമുക്ക് പെട്ടെന്ന് പഠിത്തം നിർത്താൻ പറ്റില്ല. ആലോചിച്ച് നോക്കി, ഒരു 3/4 ദിവസം നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണെങ്കിൽ 3/4 ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന് നിങ്ങൾ എന്നാൽ പിന്നെ നിർത്തിയേക്കെന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിർത്തില്ല.
നിങ്ങൾ നിർത്തില്ല. കാരണം നിങ്ങൾക്ക് ആ ത്രില്ല് കിട്ടി. ആ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ ഫുൾ മാർക്ക് അടിക്കുന്നു, അല്ലെ A+ അടിക്കുന്ന ആ ത്രില്ല് കിട്ടി. ആ ത്രില്ല് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്തോളും, പഠിച്ചുകൊണ്ടിരുന്നോളും. അവസാന പരീക്ഷയ്ക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യും. പക്ഷെ അതിന് എന്ത് വേണം സാർ പറഞ്ഞ പോലെ തുടങ്ങണം. അപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ പഠിക്കുന്നങ്ങ് തീരുമാനിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് ഈ ചാനലിലുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ടോട്ടലി ഫ്രീ ആണ്. എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി നിൽക്കുക. ഇനി എന്ത് പഠിച്ചു തുടങ്ങണം? ഇന്നൊരു ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്, സാർ ഇന്ന് ആ സബ്ജക്റ്റ് പഠിക്കണോ, സോഷ്യൽ പഠിക്കണോ, ഉറക്കം വരും, അതൊക്കെ ആയിരിക്കും. അതൊക്കെ വിടാം. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയില്ലേ, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാം. ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ നിങ്ങൾ വന്നിരുന്നേ പറ്റുള്ളൂ. ഓക്കെ, ഏത് ക്ലാസ് ആയിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്തും ആയിക്കോട്ടെ, അതിൽ വന്നങ്ങോട്ട് ഇരിക്കുക. അടിപൊളി ക്ലാസ് ആയിരിക്കും. ആരെടുത്താലും, നമ്മുടെ ഈ ചാനലിൽ ഏത് ടീച്ചേഴ്സ് എടുത്താലും അടിപൊളി ക്ലാസ് ആയിരിക്കും. നിങ്ങൾ കണ്ടിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അത് അങ്ങോട്ട് തുടർന്നായിട്ട് ഫോളോ ചെയ്യാം. പിന്നെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കണം മക്കളെ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസോ അതിൻ്റെ ഒരു ബെനിഫിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീലിങ്ങോ, ഒരു രസകരമായുള്ള ഒരു ഫീലിങ്ങോ കിട്ടില്ല. പക്ഷെ എപ്പോൾ കിട്ടും, നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും പഠിച്ച് നമ്മുടെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടാണ്, ഒരു രസവും ഉണ്ടാവില്ല. ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കണം. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിടിച്ചിരിക്കില്ലേ? കാരണം നമുക്കറിയാം ഊട്ടിയിലെത്തിയാൽ വേറെ ലെവൽ ഫീലിംഗ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെട്ടാണ് പിടിച്ചിരുന്ന് ഒരു പോയിന്റ് എത്തുമ്പം പിന്നെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു രസം ഇങ്ങോട്ട് കയറി തുടങ്ങും. അപ്പോൾ അതുവരെ നിങ്ങൾ കഷ്ടപ്പെട്ടാൽ, കുറച്ച് ബുദ്ധിമുട്ടിലാണ് കഷ്ടപ്പെട്ടാൽ, മക്കളെ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. നിങ്ങളെപ്പറ്റി ആൾക്കാർ പറയുന്നതിന് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഒരൊറ്റ ഉത്തരമായിരിക്കും ഇത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇന്ന് തന്നെ തീരുമാനിച്ചു തുടങ്ങുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ മറക്കരുത്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് ഉണ്ട്. അത് കൂടാതെ ഈ നെക്സ്റ്റ് വീക്കിലുള്ള കംപ്ലീറ്റ് ക്ലാസ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളുടെയും ടൈം ടേബിളും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഞെക്കുക, എന്നിട്ട് വന്ന് ക്ലാസ്സിലിരിക്കുക എല്ലാ ദിവസവും കൃത്യം 7:30. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിച്ച് പഠിക്കുക. അപ്പം ഇനി ഒന്നും പഠിച്ചില്ലെങ്കിലും, ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിലും എക്സാമിൻ്റെ കൂടെ പഠിച്ച് നമ്മൾ ഫുൾ മാർക്കും ഫുൾ A+ പഠിക്കും.